ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ട്രെൻഡിങ് ഐറ്റവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്, ചക്കക്കുരു ഷേക്ക്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ചക്കക്കുരു എന്ന് കേൾക്കുമ്പം അയ്യേ ചക്കക്കുരുവോ എന്നൊരു പുച്ഛം ചിലപ്പോൾ ഫീൽ ചെയ്യും. പക്ഷെ അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ബദാം ഷേക്ക് ഉണ്ടാക്കി കുടിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചക്കക്കുരു ഷേക്ക്. ഇപ്പോൾ ചക്കയുടെയും ചക്കക്കുരുവിൻ്റെയൊക്കെ സീസണാണ്. നമുക്ക് ഇഷ്ടംപോലെ ചക്കക്കുരുവൊക്കെ വീട്ടിൽ കാണും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സാധാ ചക്കക്കുരു ഷേക്കിൽ നിന്നും കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് വെറൈറ്റി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് അറിയുന്നതിന് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 12 ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതൊരു 2 വലിയ ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ്, അല്ലെങ്കിൽ 3 ഗ്ലാസ്സിന് ജ്യൂസ് ഉണ്ടാക്കാനുള്ള പാകത്തിനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ബ്രൗൺ തൊലിയൊന്നും കളയാതെ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അതോടുകൂടി തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള ചക്കക്കുരുവിൻ്റെ വേവ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നമുക്കിപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു ചക്കക്കുരു എനിക്ക് ഒരു 3-4 വിസിൽ കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചക്കക്കുരു എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ബ്രൗൺ തൊലി വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. പക്ഷേ ആ ഒരു തൊലിയോട് കൂടി തന്നെ ആയിരിക്കും നല്ലത്. നമ്മളിപ്പോൾ തോരനോ കറിയോ ഒക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ചക്കക്കുരു എല്ലായ്പ്പോഴും ആ ഒരു ബ്രൗൺ തൊലിയോട് കൂടി ഉപയോഗിക്കുന്നതാണ് ഹെൽത്തിന് നല്ലത്. അപ്പോൾ ഞാനും ഇതിൻ്റെ ആ ഒരു തൊലി റിമൂവ് ചെയ്യുന്നില്ല. അതോടുകൂടി തന്നെയാണ് ഇപ്പോൾ അതൊന്ന് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഈ ഒരു ബ്രൗൺ തൊലി ഇളക്കാനാണെങ്കിൽ വലിയ പാടില്ല. വെന്ത് കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനിതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പോവാണ്. ആ ഒരു വെള്ളം, നമ്മൾ വേവിച്ച വെള്ളം നമ്മൾ കളയുന്നില്ല. അത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ജ്യൂസിന് വേണം എന്നുണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചക്കക്കുരു എല്ലാം ഉടച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ്, അടുത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ഡേറ്റ്സ്. അപ്പോൾ ഒരു 6-7 ഈ ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെച്ചതാണ്. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മുന്നേ എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി വെച്ചതാണ്. അതിൻ്റെ കുരു ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഡേറ്റ്സിൻ്റെ കുരുവെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഡേറ്റ്സും കൂടി ചേർത്തിട്ട് ഈ ജ്യൂസ് ഉണ്ടാക്കുമ്പം കുറച്ചും കൂടി നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ചക്കക്കുരു ഉടച്ചതും അതുപോലെ നമ്മുടെ കുരു റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴവും കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഈത്തപ്പഴം കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയോ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതോ ഏതെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഈത്തപ്പഴത്തിൻ്റെ മധുരം കൂടാതെ കുറച്ച് മധുരത്തിനായിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് പാല്, കൂടുതലായി കഴിഞ്ഞാൽ ചൊവ്വിന് അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം കുറച്ച് പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വനില എസൻസോ ഏലക്കാപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു നുള്ളി ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാല് ഐസാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് പാലെടുത്തിട്ടാണ് ഞാൻ ഐസാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഐസ് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ കുറച്ച് 1 കപ്പ് പാല് ഐസാക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി അതിലേക്ക് നമ്മൾ ചക്കക്കുരു വേവിച്ച വെള്ളവും അതേപോലെ ഡേറ്റ്സ് കുതിർത്തി വെച്ചിരുന്ന വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. കുറച്ച് ലൂസായിട്ട്, അത്ര തിക്നെസ്സിലല്ല ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ചൊന്ന് ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആ സെർവിങ് ഗ്ലാസിൻ്റെ ചുറ്റും കുറച്ച് ബൂസ്റ്റ് പൊടി ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് ഒഴിക്കാം. ഇനി അതിന് ശേഷം നമുക്ക് കുറച്ച് ആഡംബരം വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വനില ഐസ്ക്രീമും കൂടി വെച്ചിട്ട് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വനില ഐസ്ക്രീമും കൂടി വെക്കുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വനില ഐസ്ക്രീമും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചക്കക്കുരു ഉണ്ടെങ്കിൽ ഒട്ടും മടിക്കാതെ ഉടനെ തന്നെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾ. എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും വേണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.